ബാങ്കിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അമൽ വർഗീസും കണ്ടാലറിയാവുന്ന ഒരു 4-5 പേരും കൂടെ ചേർന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സഹകരണ ബാങ്കിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ നിന്ന് മാറി ഞങ്ങൾ സ്വതന്ത്രരായി മത്സരിച്ചിരുന്നു. അന്നു മുതലായി അമലും അവിടുത്തെ ഉള്ള ചില പ്രാദേശിക പാർട്ടി നേതാക്കന്മാരും പലയാവർത്തി ഞങ്ങൾ എന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അവിടെ ഒരു ചെറിയ വിഷയം, അവിടെ ആരുടെയോ അയ്യത്ത് മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൊടി കിട്ടിയതായിട്ടുണ്ട്. ഇന്നലെ അവർ കിട്ടിയ കൊടി രാത്രിയിൽ കാണാനില്ല, അതിന് ഉത്തരവാദിത്തം ഞാൻ പറയണം എന്ന നിലയിലാണ് അവർ വന്നേക്കുന്നത്. വസ്തു ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിനകത്ത് നിന്നാണ് മരം മുറിച്ചത്. ഇതിനകത്തൊന്നും ഒരു കാരണവശാലും ഞാൻ കക്ഷിയല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ബാങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തു, ജപ്തിയായി കിടക്കുന്ന വസ്തുവിനകത്ത് മരം മുറിക്കുന്നതിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കക്ഷിയല്ല. രാഷ്ട്രീയപരമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിട്ട് ഒരു സ്വതന്ത്ര സംവിധാനത്തിൽ ഞാൻ മത്സരിക്കുകയും പ്രസിഡന്റാകുകയും ചെയ്തതിൻ്റെ ഒരു വൈരാഗ്യമാണ് ഈ അമലിന് എന്നോടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂട്ടം കൂടി എന്നെ ബാങ്കിന് ഉള്ളിലല്ല, ബാങ്കിന്റെ പ്രീമിയസിനകത്താണ്, ഞങ്ങളുടെ വസ്തുവിനകത്ത് ബാങ്കിന്റെ കോമ്പൗണ്ടിൽ കയറിയാണ് ഈ അമൽ എന്നെ ആക്രമിച്ചത്. അമലിന്റെ കൂടെ എനിക്ക് തോന്നുന്നു 5-6 പേരുണ്ടായിരുന്നു. ഞാനിപ്പോൾ എനിക്ക് നട്ടലിന് ക്ഷതമുണ്ടെന്നാണ് തോന്നുന്നത്. ചില ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ ചികിത്സയിലാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള കാര്യം എന്താണ്? മരങ്ങളൊക്കെ മുറിച്ച് ഇട്ടിരിക്കുന്നു. ഇത് റവന്യൂ റിക്കവറിയുടെ ഭാഗമായിട്ടാണ് ഈ ഭൂമി ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ഈ മരങ്ങളൊന്നും മുറിച്ചു മാറ്റാൻ കഴിയില്ല. ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഉചിതമായി കൈക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് CPM-ൻ്റെ പേരിൽ ഇപ്പോൾ കൊടി ഈ ഭൂമിയിൽ നിന്ന പ്ലാവ് മരത്തിൽ കെട്ടി അവർ പ്രതിഷേധിച്ചിരിക്കുന്നത്. ഒപ്പം വില്ലേജ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിപ്പിച്ചു. വില്ലേജ് ഓഫീസറും ഈ സ്ഥലത്തെത്തി CPM പ്രവർത്തകരുമായൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ്. എന്തായിരുന്നാലും വില്ലേജ് ഓഫീസർ ഇത് കളക്ടറുമായി അറിയിപ്പിക്കും, കളക്ടറേറ്റിൽ ധരിപ്പിക്കും എന്നൊക്കെയാണ് നമുക്ക് തരുന്ന അവർക്ക് പാർട്ടിക്കാർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ അവരുടെ കൊടി